പടം അടിപൊളിയായിരുന്നു. അതായത് ഒരു പ്രതീക്ഷയിലുണ്ട് വന്നായി. അതായത് ഒരു നോ ലോജിക് മാഡ്നെസ്, അതാണ് ഈ സിനിമയുടെ ഒരു സംഭവം. അതേപോലെ ഇതിലൊരു ലോജിക്ക് നോക്കണ്ട, നമ്മൾ ഫുൾ എൻ്റർടൈൻ ആയിട്ട് വന്ന് കാണാൻ എന്നുള്ളൊരു സിനിമയാണ്. പിന്നെ ഇതിൽ നമ്മുടെ ദിലീപേൻ്റെ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ്റെ ആ റോള്. പിന്നെ ഇതിൽ ഔട്ട് ഓഫ് ദ സിനിമ, അതായത് സിനിമയുടെ പുറത്തും ഉള്ള കുറേ കാര്യങ്ങളും സിനിമയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതായത് സിനിമയുടെ പുറത്തുള്ള കാര്യങ്ങളിൽ സിനിമയുടെ ഉള്ളിൽ കുറേ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് സിനിമ കണ്ടത്. എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സിനിമ പാറ്റേൺ അല്ല. ഇത് നമ്മളെ വേറൊരു വേൾഡിലേക്ക് എടുത്തുകൊണ്ട് പോകണതാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഗുഡ് ബാഡ് കളിയൊക്കെ റീസെൻ്റ്ലി കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ കണ്ട് അതുപോലെ എൻജോയ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തിയേറ്ററിലേക്ക് വന്നാൽ മതി. തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഇത് എന്തുവാ പണി വച്ചേക്കുന്നതെന്നൊന്നും നിങ്ങൾ ചോദിച്ചു കളയരുത്. കാരണം അങ്ങനെയാണ് ഒരു പണി വച്ചേക്കുന്നത്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും ദിലീപേട്ടനും ഇതിൽ ആറാടുകയല്ല, അഴിഞ്ഞാടുകയാണ്. ഗംഭീര പടം. അതായത് ഭയം, ഭക്തി, ബഹുമാനം, ഭ്രാന്ത് സിനിമയാണ്. ഫുൾ ടൈം ഭ്രാന്ത് പിടിച്ച സിനിമയാണ്. റൈറ്റർക്ക് ഭ്രാന്ത്, ഡയറക്ടറിന് ഭ്രാന്ത്, അഭിനയിച്ചവർക്ക് ഭ്രാന്ത്, പഴയ റെഫറൻസുകളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ദൈവം ഇത് ആറാട്ടണ്ണനും ഒന്ന് കാണുക. ആ പുള്ളി ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിയും കൂടെ ഒന്നൊന്ന് കാണുക. അയാൾക്ക് കൂടെ ഒരു കമ്പാക്കി കിട്ടട്ടെ. എന്തായാലും ഇത് ദിലീപേട്ടൻ മാത്രമല്ല ഈ പടം ഭരിക്കുന്നത്, എല്ലാവരും. പടക്കം സ്റ്റാറിൻ്റെയൊക്കെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഇതെന്താ പറയുക, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, മോഹൻലാൽ, ദിലീപ്, എനിക്കറിയാൻ സലീം കുമാറൊക്കെ എന്ത് രസോട്ട് ചെയ്തത്. സലീം കുമാർ മീശമാതിരി അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഗംഭീര സിനിമ, എല്ലാം മിക്സിംഗ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് വരട്ടെ. എനിക്കും ഭ്രാന്താണ്, കണ്ടവർക്കും ഭ്രാന്താണ്. മൊത്തത്തിൽ ഭ്രാന്തായിട്ട് നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്തു. തിയേറ്ററിൽ ഭ്രാന്ത് പിടിച്ചോ, ഇത് വിവാദത്തിൽ പെടരുത് കേട്ടോ. ദയവ് ഇത് നെഗറ്റീവ് പറയേണ്ടവർക്കെല്ലാം ഈ പടത്തിന് പറയാം കേട്ടോ. അങ്ങനെയുള്ള ഒരു സിനിമയേ അല്ല. പറഞ്ഞാലൊന്നും ഇത് കേൾക്കില്ല. കാരണം ഇത് പറയുന്നവർക്കും ഭ്രാന്തായിരിക്കും. ഓക്കെ, നല്ല പടം. സൂപ്പറായിരുന്നു കേട്ടോ. അതായത് ലാലേട്ടൻ്റെയും ദിലീപിൻ്റെയും കുറേ നാളത്തെ ഒരു എനർജി പെർഫോമൻസ് ഉണ്ട് ഈ പടത്തിൽ. കൊള്ളാം. ലാലേട്ടൻ സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഉണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. എന്റെ മോനെ ലാലേട്ടൻ അടിച്ച് കീറി കളഞ്ഞു. തിയേറ്റർ മൊത്തം ബ്ലാസ്റ്റ് ആയി കളഞ്ഞു. പൊളി. ദിലീപേട്ട അടിപൊളി. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിന്ന് പഴയ ഒരു കംബാക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നു. അടിപൊളി. മാസ് മാസ് അടിപൊളി അടിപൊളി. കലക്കം പടം ഒരു രക്ഷയില്ല. ദിലീപ് പൊളി, ലാലേട്ടൻ പൊളി, എല്ലാവരും പൊളി. രക്ഷ അടിപൊളി. സൂപ്പറായിരുന്നു. അന്യായ റെസ്പോൺസ്, കിടിലം പടം. മോഹൻലാലിന്റെ ഒരു ഡൗൺ ആയ സമയത്ത് മോഹൻലാൽ തീർന്നു എന്ന് വിധി എഴുതവരോട് എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ അയാളൊന്നും മുണ്ടും മടക്കി കുത്തി മീശാൻ പിരിച്ച് തോളും ധരിച്ച് വന്നാൽ തീരാവുന്ന റെക്കോർഡ് ഈ കേരളത്തിലുള്ളൂ. അതുപോലെ ഇനി ഈ സിനിമ കണ്ടിട്ട് വേറെ കുറെ തേർഡ് റൈറ്റ് മീഡിയകൾ വരും. എന്തോന്ന് പറഞ്ഞ് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നത് സിനിമയാണ്. കൽക്കി AD 2898 ആരെങ്കിലും കണ്ടതാണോ? ആ സിനിമയിൽ 3 മതങ്ങളെ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹിഡൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. എന്താണെന്നറിയോ? ഒരു മഹാഭാരത ഇൻസ്പയർ ചെയ്ത് നിർമ്മിച്ച സിനിമയിൽ കൽക്കി AD 2898 ക്രിസ്ത്യാനിറ്റിയെ പ്രാധാന്യം കൊടുത്തു. അതുപോലെ മൃണാൽ താക്കൂറിനെ കൊല്ലുന്നൊരു സീനുണ്ട്. ആ സീനിൽ ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലവുമായി കണക്ട് ചെയ്തുകൊണ്ടൊരു സാധനം പറഞ്ഞു. പിന്നെ ദിലീപേട്ടൻ്റെ ഈ തിരിച്ചറിവിൽ എനിക്ക് പറയാനുള്ളത്, തൊപ്പിയുടെ കൂടെ ഒരു പയ്യുണ്ട്, മമ്മു. ഈ മമ്മു കുളിസീൻ കാണാൻ പോയി എന്ന് പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടതാവും. അവനൊരു തമാശ രീതി പറഞ്ഞതിനെ അങ്ങനെ ടോർച്ചർ ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആക്കി. മമ്മുന്റെ കേസ് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട ദിലീപേട്ടന്റെ വീട്ടിലോട്ട് ക്യാമറ കൊണ്ടുപോയപ്പോ എവിടെയായിരുന്നു? ദിലീപേട്ടനൊരു മാന്യനായതുകൊണ്ട് എന്റെ വീട്ടിലോട്ട് എങ്ങാനാണ് അവൻ ക്യാമറയും തൂക്കി വരുന്നെങ്കിൽ അവന്റെ മൊട്ട അടിച്ച് മുൾച്ചയാക്കിയിരുന്നു. പടം അഴിഞ്ഞാട്ടം എന്ന പാട്ട് പോലെ തന്നെ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം. കൈ അടിക്കണം.
പടം നല്ല സിനിമയാണ്. ഹൈപ്പ് കയറുന്ന പടം തന്നെയാണ്. കാരണം ദിലീപേട്ടന്റെ ലാലേട്ടന്റെ നല്ല തിരിച്ചുവരവാണ്. മാസ് എന്റർടൈനറാണ്. മീശ കുറച്ച് ലാലേട്ടനെ കാണാം, ദിലീപേട്ടനെ കാണാം. ഇത് അണ്ണൻ തമ്പി എന്റർടൈനറാണ് എന്ന് പറയാം. ദിലീപേണ്ണും ലാലേണ്ണും തകർത്തു. സൂപ്പർ സിനിമ, നല്ല പടം, നല്ല പാട്ട്. പിന്നെ ദിലീപേണ്ണന്റെ തിരിച്ചുവരവാണ് അടിപൊളി. ലാലേണ്ണും വേറെ ലെവൽ.